ഫ്ലാസ്ക് ട്യൂട്ടോറിയൽ സീരീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫ്ലാസ്ക് ആപ്ലിക്കേഷനകത്ത് എങ്ങനെയാണ് ഒരു ടെംപ്ലേറ്റ് റെൻഡർ ചെയ്യുക എന്നാണ് നോക്കുന്നത്. ടെംപ്ലേറ്റ് റെൻഡർ ചെയ്യാനുള്ള എക്സാമ്പിൾ കാട്ടാൻ വേണ്ടി അതിനുവേണ്ടി പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ടെംപ്ലേറ്റ് റെൻഡറിംഗ് അതിന് പേര് കൊടുക്കുന്നു. ഇനി ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ app.py എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഫ്രം ഫ്ലാസ്ക് എന്ന് പറയുന്ന മൊഡ്യൂളിൻ്റെ അതിൽ നിന്ന് ഇമ്പോർട്ട് ഫ്ലാസ്ക് എന്ന് പറയുന്ന കൺസ്ട്രക്ടർ ഇമ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം റെൻഡർ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇനി ആപ്പ് ഈക്വൽ ടു ഫ്ലാസ്ക് കൺസ്ട്രക്ടറിൻ്റെ അകത്തായിട്ട് ആപ്ലിക്കേഷൻ്റെ പേര് പാസ് ചെയ്യുന്നു. ഇവിടെ ഫ്ലാസ്ക് എന്ന് പറയുന്ന കൺസ്ട്രക്ടർ എടുക്കുന്ന ആർഗ്യുമെൻറ്റുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് അണ്ടർസ്കോർ ഫോൾഡർ ഈക്വൽ ടു സ്റ്റാറ്റിക് എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ ടെംപ്ലേറ്റ് അണ്ടർസ്കോർ ഫോൾഡർ എന്നുള്ളത് built-in.str എന്നും കാണാൻ കഴിയും. ഡിഫോൾട്ടായിട്ട് സ്റ്റാറ്റിക് ഫയലുകൾ സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെംപ്ലേറ്റ് റെൻഡറിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഈ ബേസ് ഫോൾഡറിൻ്റെ അകത്ത് സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തായിരിക്കും നമ്മൾ സ്റ്റാറ്റിക് ഫയലുകൾ സ്റ്റോർ ചെയ്യുക. അതുപോലെ തന്നെ ടെംപ്ലേറ്റ് ഫോൾഡർ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ആയിരിക്കും. ഇപ്പോൾ ആപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്ലാസ്ക് ആപ്ലിക്കേഷൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാറ്റിക് ഫോൾഡറിൻ്റെ പേരിലോ ടെംപ്ലേറ്റ് ഫോൾഡറിൻ്റെ പേരിലോ ഡിഫോൾട്ട് ആയിട്ടുള്ള പേരിൽ നിന്നും വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാറ്റിക് അണ്ടർസ്കോർ ഫോൾഡർ എന്നുള്ള ആർഗ്യുമെൻറ്റിൻ്റെ അകത്ത് സ്ട്രിംഗ് ആയിട്ട് നമുക്ക് ഫോൾഡറിൻ്റെ പേര് പാസ് ചെയ്യാം. അല്ലെങ്കിൽ ടെംപ്ലേറ്റ് അണ്ടർസ്കോർ ഫോൾഡർ എന്നുള്ളതിൻ്റെ അകത്ത് ടെംപ്ലേറ്റ് ഫോൾഡറിൻ്റെ പേര് ഏതാണോ അത് പാസ് ചെയ്യാം. ഇപ്പം ഞാൻ ഡിഫോൾട്ട് ആയിട്ടുള്ള പേര് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി @app.root / ആണ് നമ്മുടെ എൻഡ് പോയിന്റ്. വ്യൂ ഫംഗ്ഷൻ്റെ പേര് ഞാൻ ഇൻഡെക്സ് എന്ന് കൊടുക്കുന്നു. റിട്ടേൺ റെൻഡർ ടെംപ്ലേറ്റിൻ്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്, index.html. ഫ്ലാസ്കിൻ്റെ അകത്ത് ഡിഫോൾട്ടായിട്ട് ടെംപ്ലേറ്റുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ കുറച്ച് നേരം മുമ്പ് പറഞ്ഞിരുന്നു. അതിൻ്റെ അകത്ത് വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ ടെംപ്ലേറ്റ് അണ്ടർസ്കോർ ഫോൾഡറിൻ്റെ അകത്ത് ടെംപ്ലേറ്റ് അണ്ടർസ്കോർ ഫോൾഡർ എന്നുള്ളതിൻ്റെ അകത്ത് ആ ഫോൾഡറിൻ്റെ പേര് കൊടുക്കാവുന്നതാണ്. ഫോൾഡർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഫോൾഡറിൻ്റെ പേര് എന്താണോ പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ പേര് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ പേരിൻ്റെ അകത്ത് വ്യത്യാസം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ആ ഒരു ചേഞ്ച് ഇവിടെ കൊടുക്കുന്നില്ല. അതിനുശേഷം ഇവിടെ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ index.html എന്ന് പറയുന്ന ഫയൽ ഉണ്ടാക്കുക. ഇനി HTML:5 ടാബ് ഡോക്യുമെൻറ്റിൻ്റെ പേര് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ഇപ്പോൾ ഞാൻ മാറ്റുന്നില്ല ഡോക്യുമെൻറ്റിൻ്റെ പേര്. അപ്പോൾ h1 എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിൽ ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. ഇനി ഫ്ലാസ്ക് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫ് ഡണ്ടർ നെയിം ഈക്വൽ ടു ഡണ്ടർ മെയിൻ app.run കൺട്രോളും ബാക്ക് ടിക്ക് അടിച്ച് ടെർമിനൽ ഓപ്പൺ ചെയ്യുക. വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്റ്റീവ് ആയിട്ടല്ല എന്നുണ്ടെങ്കിൽ ./venv/scripts/activate എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യുക. ടെംപ്ലേറ്റ് റെൻഡറിംഗ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അതാണ് നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ കിടക്കുന്നത്. അതുകൊണ്ട് cd ടെംപ്ലേറ്റ് റെൻഡറിംഗ്. സാധാരണ പൈത്തൺ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന പോലെ തന്നെ പൈത്തൺ app.py ലോക്കൽ ഹോസ്റ്റ് 5000. നമ്മൾ ടെംപ്ലേറ്റിൻ്റെ അകത്ത് എന്താണോ എഴുതിയത് അത് തന്നെ ഇവിടെ കാണാൻ കഴിയും, ഹലോ വേൾഡ് എന്നുള്ളത്. ഇനി ഫ്ലാസ്ക് ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് ടെംപ്ലേറ്റിൻ്റെ അകത്തിട്ടൊരു ഡാറ്റ എങ്ങനെ കൈമാറാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നെയിം ഈക്വൽ ടു അരുൺ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കോണ്ടെക്സ്റ്റ് കൊടുക്കുന്നതിൻ്റെ അകത്ത് നെയിം ഈക്വൽ ടു നെയിം എന്ന് കൊടുക്കുക. ഇവിടെ നെയിം എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റിൻ്റെ പേരാണ്. അപ്പോൾ ഈ നെയിം എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള പേര് ഇവിടെ കൊടുക്കാം. അത് തന്നെ ടെംപ്ലേറ്റിൽ യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി index.html അതുവരെ index.html ഞാൻ വേൾഡ് എന്നുള്ളത് മാറ്റിയിട്ട് രണ്ട് കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ നെയിം കൊടുക്കുന്നു. അതായത് കോണ്ടെക്സ്റ്റ് ഇവിടെ കൊടുക്കുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ജിൻജാറ്റു ആണ് ഇതിൻ്റെ അകത്ത് ടെംപ്ലേറ്റ് എഞ്ചിനായിട്ട് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. നമ്മുടെ ടെംപ്ലേറ്റ് എഞ്ചിനായ ജിൻജാറ്റുവിൻ്റെ സിൻടാക്സ് ആണ് രണ്ട് കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്തുനിന്ന് വരുന്ന കോണ്ടെക്സ്റ്റ് ഇവിടെ കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ടെംപ്ലേറ്റിൽ വരുത്തിയ ഒരു ചേഞ്ച് നമ്മുടെ വെബ് പേജിൽ റിഫ്ലക്റ്റ് ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്രൗസർ തുറന്നതിന് ശേഷം നമുക്ക് ഈ ഒരു പേജ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ചേഞ്ച് വന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ
ഡീബഗ് മോഡിലല്ല റൺ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഡെവലപ്പർ മോഡിലല്ല റൺ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഡീബഗ് മോഡ് ഡീബഗ് ട്രൂ എന്ന് കൊടുക്കാം. Ctrl+C അടിച്ച് നമ്മുടെ പേജ് ക്വിറ്റ് ചെയ്യുക, ഒന്നും കൂടെ റൺ ചെയ്യുക. ഇനി നമ്മുടെ വെബ് പേജിൻ്റെ അത് വന്നിട്ട് ഒന്നുകൂടെ റീഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നെയിം പൈത്തൺ ഫയലിൽ കൊടുത്തത് അത് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തതായിട്ട് കാണാൻ കഴിയും. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെംപ്ലേറ്റിൻ്റെ അത് എന്തെങ്കിലും ചേഞ്ച് വരുത്തിയെന്ന് വിചാരിക്കും. ഉദാഹരണമായിട്ട് H2 യൂട്യൂബ് ട്യൂട്ടോറിയൽ എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ Ctrl+S അടിച്ച് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡീബഗ് മോഡിലാണെന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ സെർവർ റീലോഡ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയില്ല. പക്ഷെ നമ്മൾ app.py എന്ന് പറയുന്ന ഈ ഒരു ഫയലിൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തിയതിനു ശേഷം t ഞാൻ നള്ളു കൊടുത്തു, അതിനുശേഷം ഞാൻ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെർവർ റീലോഡ് ചെയ്യുന്നത് കാണാൻ കഴിയും. ഓക്കെ, ഇതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഇപ്പോൾ തൽക്കാലത്തായിട്ട് ഇത് കളയുവാണ്. നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഡീബഗ് മോഡിൽ അല്ലെങ്കിൽ ഡെവലപ്പർ മോഡിലാണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ index.html വരുത്തിയ ഈ ഒരു മാറ്റം മാനുവലായിട്ട് നമ്മൾ സെർവർ റീലോഡ് ചെയ്യാതെ തന്നെ വെബ് പേജിൻ്റെ അകത്ത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. H2 ടാഗിൽ എഴുതിയിരിക്കുന്ന യൂട്യൂബ് ട്യൂട്ടോറിയൽ എന്നുള്ളത് സെർവർ റീലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ വെബ് പേജ് റീലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ശരി, വീണ്ടും കാണാം.